നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. കണ്ടക ശനി, ഏഴര ശനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും എന്ത് ഭയത്തോടെയാണ് ആളുകൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയാമോ? ശനി എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് ഡിസിപ്ലിനോടുകൂടി ഒരു ലൈഫ് ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് അധ്വാനത്തിലൂടെ പോകുന്നുണ്ട്, നമ്മളുടെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ശനി തരുന്നത് സൂചനകൾ മാത്രമാണ്. ഇങ്ങനെ നിങ്ങളുടെ അധ്വാനം വളരെയധികം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ കൃത്യമായ പ്ലാനിങ് വേണം എന്ന സൂചനയാണ് ആ കാലം നമുക്ക് തരുന്നത്. അതിന് പ്രയോറിറ്റി കൊടുക്കണം. അല്ലാതെ ഇത് എനിക്ക് കണ്ടകശനി സമയമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാതെ മാറിയിരിക്കാനായിട്ട് പറ്റുമോ? ഇപ്പം നമ്മൾ സപ്പോസ് ഒരു വീട് വെക്കുന്നു, അപ്പോൾ കൃത്യമായൊരു പ്ലാനിങ് അല്ലേ ഉണ്ടാവുക. ചുമരെപ്പോൾ വെച്ച് തീരും, അതിനുശേഷം റൂഫ് എപ്പോൾ ഉണ്ടാക്കും, ഇതെല്ലാം ആ പ്ലാനിങ്ങിലൂടെ കറക്റ്റായിട്ട് ചെയ്തു പോകുമ്പോൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്നത് എന്ന രീതിയിൽ ചെയ്തു പോയാൽ എത്ര ഗംഭീരമായിട്ട് അത് നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ന്യായങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരരുത് കേട്ടോ. എനിക്ക് സമയം മോശമാണ്, സമയം ദോഷമാണ്, അങ്ങനെ ദോഷം നല്ലത് എന്ന് പറയുന്ന സമയമൊന്നുമില്ല. ഓരോ കാലഘട്ടവും നിങ്ങൾക്ക് ഏത് തരം ദശാപഹാര കാലമാണെങ്കിലും നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇന്ന കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് ഇന്ന കാര്യം ശ്രദ്ധിച്ച് അബദ്ധത്തിലൊന്നും പോയി ചാടാതെ അങ്ങനെ ഒന്ന് നോക്കി മുമ്പോട്ട് പോകണം. അല്ലാതെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് നല്ല കാലം വരുമ്പോൾ നന്നായിട്ടിരിക്കാം, അങ്ങനെയൊന്നുമല്ല ഇതിനെ കാണേണ്ടത്. ജാതകം സൂചനകളാണ് തരുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക, ആ സൂചനകൾ എടുക്കുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക, എന്നിട്ട് മുമ്പോട്ട് പോകും. വിജയം ഉറപ്പായിട്ടും കിട്ടും. നമ്മൾ ഈ മടി പിടിച്ചിരുന്നിട്ട് ഇങ്ങനെയുള്ള ന്യായങ്ങൾ കണ്ടുപിടിക്കുമ്പോഴാണ് ഈ പ്രയാസമൊക്കെ വരുന്നത്.